السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله أما بعد. സുഹൃത്തുക്കളെ, ഖുർആനിൻ്റെ അകമ്പൊരുൾ സൂറത്ത് മറിയമിലാണ് നാം എത്തി നിൽക്കുന്നത്. സൂറ മറിയം 19ാമത്തെ സൂറയാണ്. ഖുർആൻ നമ്മൾ മറിച്ചു നോക്കിയാൽ അതിൽ 19ാമത്തെ സൂറയാണ് സൂറ മറിയം. 98 വചനങ്ങളാണ് ആ അധ്യായത്തിലുള്ളത്. 3835 അക്ഷരങ്ങളെ കൊണ്ടാണ് അള്ളാഹു അത് അവതരിപ്പിച്ചിട്ടുള്ളത്. 3835 അക്ഷരങ്ങൾ 961 വാക്കുകളാണ്. 961 വാക്കുകളിൽ 146 വാക്കുകൾ ആവർത്തിച്ചു വന്നതാണ്. ആ ആവർത്തിച്ചു വന്ന വാക്കുകൾ 509 തവണ ആവർത്തിച്ചിട്ടുണ്ട്. ആവർത്തിക്കാത്ത വാക്കുകൾ 452. അപ്പോൾ ഈ 509 പ്ലസ് 452 സമം 961. അഥവാ ഇത്രയും കുറച്ച് വാക്കുകൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഈ സൂറ മനസ്സിലാക്കാം എന്നർത്ഥം. ഈ സൂറയിൽ അള്ളാ എന്ന ലഫ്ലുൽ ജലാല അത് മാത്രമാണല്ലോ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളെക്കുറിച്ചൊക്കെ എടുത്തു പറഞ്ഞത്. 8 പ്രാവശ്യം വന്നിട്ടുണ്ട്. 28 അക്ഷരങ്ങളാണ് അറബി അക്ഷരമാലകളിൽ നിന്ന് 28 അക്ഷരങ്ങളാണ് ഈ സൂറ ഉപയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ നിങ്ങൾ മറിച്ചു നോക്കുമ്പോൾ 305 മുതൽ 312 വരെയുള്ള പേജുകളിലാണ് ഈ സൂറയുള്ളത്. 16ാമത്തെ ജുസയിൽ ആരംഭിച്ച് 16ാമത്തെ ജുസയിൽ തന്നെ അവസാനിക്കുന്നു. 31, 32 ഹിസ്ബുകളിലായാണ് ഈ അധ്യായം ഉള്ളത്. ഈ അധ്യായം മക്കിയയാണ്. കഴിഞ്ഞ അധ്യായങ്ങളെപ്പോലെ തന്നെ നമ്മൾ പറഞ്ഞു, മുസ്ഹഫിൻ്റെ ക്രമമനുസരിച്ച് ഇത് 19ാമത്തെ അധ്യായമാണ്. എന്നാൽ അവതരണ ക്രമമനുസരിച്ച് ഇത് 44ാമത്തെ അധ്യായമായാണ് അവതരിച്ചിട്ടുള്ളത്. സൂറത്ത് ഫാത്തിറിന് ശേഷമാണ് സൂറ മറിയം അവതരിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സൂറയിൽ പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അഖീദയാണ്. മക്കിയായ സൂറകളുടെയൊക്കെ പൊതുവായ സബ്ജക്റ്റ് അത് തന്നെയാണ്. അഖീദയെക്കുറിച്ച് വിശ്വാസികൾ വിശ്വാസപരമായ കാര്യങ്ങളിൽ അവർ സ്വീകരിക്കേണ്ട രീതി, അള്ളാഹുവിൻ്റെ ഏകത്വം, അള്ളാഹുവിൻ്റെ ആസ്തിക്യം, അതുപോലെ നുബുവത്ത്, പുനരുജ്ജീവിതം, രക്ഷാശിക്ഷകൾ, ഇവയൊക്കെ ഈ സൂറയിൽ പരാമർശിക്കുന്നുണ്ട്. ഈ സൂറയുടെ ഒരു സവിശേഷത, അനേകം മനോഹരമായ അതിവിശിഷ്ടമായ കഥകളാൽ സമ്പന്നമാണ് ഈ അധ്യായം. അത് കേവലം കഥകളല്ല, ആ കഥകൾ വലിയ പാഠങ്ങൾ നൽകുന്ന കഥകളാണ്. ഈ സൂറയിലെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു കാര്യം, വിശ്വാസികൾക്ക് ഈ സൂറ നൽകുന്ന മികച്ചു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റഹ്മത്താണ്, കാരുണ്യം. ഈ റഹ്മത്ത് 16ഓളം സ്ഥലങ്ങളിൽ ഈ സൂറയിൽ പരാമർശിക്കുന്നുണ്ട്. റഹ്മത്ത് മാത്രമല്ല, റഹ്മത്തുമായി ബന്ധപ്പെട്ട അതുപോലെയുള്ള ആശയം വരുന്ന ഒരുപാട് പദങ്ങൾ ഈ സൂറയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് സമൂഹത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ആവർത്തിച്ചാവർത്തിച്ച് കഥകളിലൂടെ ആവിഷ്കരിക്കുകയാണ് ഇത്. ഇതിലുള്ള എല്ലാ കഥകളും, ഇതിൽ പറയുന്ന എല്ലാ കഥകളും റഹ്മത്തുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഈ സൂറ നമ്മളെ അള്ളാഹുമായി വല്ലാതെ അടുപ്പിക്കുന്നു. അഥവാ നാം അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാക്കുകയും അള്ളാഹു നമ്മുടെ റബ്ബാണ് എന്ന ബോധം നമ്മളിൽ അങ്കുരിപ്പിക്കുകയും ചെയ്യുന്നു. ഉബൂദിയ്യത്താണ്
റഹ്മത്ത് കഴിഞ്ഞാൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനോടുള്ള വിധേയത്വം, അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന ബോധം. ചുരുക്കത്തിൽ 2 പ്രധാന വിഷയങ്ങളാണ്, അല്ലെങ്കിൽ 2 പ്രധാന ചിന്തകളാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഒന്നാമത്തേത് റഹ്മത്താണെങ്കിൽ രണ്ടാമത്തേത് ഉബൂദിയ്യത്താണ്. ഈ സൂറ അവതരിക്കുന്നത് മക്ക കാലഘട്ടത്തിലാണ്. മക്ക കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ മക്ക കാലഘട്ടത്തിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. ഒരു വലിയ സമൂഹം അബ്സീനിയയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു. ഹിജ്റയുടെ ഏകദേശം 2 വർഷം മുമ്പാണ് ആ ഹിജ്റ സംഭവിക്കുന്നത്. അവിടെ അവർ ഹിജ്റ പോവുകയും അവിടെയുള്ള രാജാവായിരുന്ന നജാഷിയുടെ മുമ്പിൽ ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമായിരുന്നു അബിസീനയിലേക്ക് പോയ മുസ്ലിം സമൂഹത്തിന്റെ ലീഡർ. അദ്ദേഹം നജാഷിയുടെ മുമ്പിൽ ഈ സൂറയിലെ ആദ്യത്തെ 40 വചനങ്ങൾ ഓതി കേൾപ്പിച്ച ചരിത്രം അതിമനോഹരമാണ്. നമുക്കിതിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അതിലേക്ക് പോകാം. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഈ സൂറയിൽ അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന ഇസ്മ 16 തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ നോക്കൂ, ഈ റഹ്മാൻ എന്ന സിഫത്ത് അല്ലെങ്കിൽ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ നാമം ഈ സൂറ അവതരിക്കുന്ന കാലഘട്ടത്തിൽ മുശ്രിക്കുകളിൽ മഹാഭൂരിപക്ഷവും ഈ പേര് അറിയാത്തവരായിരുന്നു. അള്ളാഹ് എന്നുള്ള പേരെ അവർക്ക് അറിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഘട്ടത്തിൽ അള്ളാഹ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും, ചില സമയത്തിൽ അർ-റഹ്മാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പൊ ഇവര് വിചാരിച്ചത് 2 ഇലാഹിനെയാണ് റസൂലുള്ളാഹ് ദുആ ചെയ്യുന്നത്, 2 ഇലാഹിനോടാണ് എന്നാണ്. എന്നിട്ട് ഇവർ നബിയെ കളിയാക്കിക്കൊണ്ട് പറയുമായിരുന്നു, അർ-റഹ്മാൻ റജുലുൻ ബിൽ യമാമാൻ, മുഹമ്മദ് റഹ്മാൻ എന്ന് പറഞ്ഞ ആൾ യമാമയിലുള്ള ഒരാളാണ് എന്ന്. അപ്പോഴാണ് സൂറത്ത് ഇസ്രാഈൽ 110 വചനം അവതരിച്ചത്. ഖുലിദുല്ലാഹ അബിദുർ റഹ്മാൻ അയ്യമ്മ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹ് എന്ന് വിളിച്ചാലും റഹ്മാൻ എന്ന് വിളിച്ചാലും അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട ഏത് പേര് വിളിച്ചാലും അതൊക്കെ ഫലഹുൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ പെട്ടതാകുന്നു എന്ന്. ഇത് സത്യത്തിൽ ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ അധ്യായത്തിൽ 16 തവണ റഹ്മാൻ ആവർത്തിച്ചു വന്നത് വളരെ കരുതിക്കൂട്ടിയാണ്. ഈ ആളുകൾക്ക് അള്ളാഹുവിനുള്ള മറ്റൊരു നാമം, ഒരു അതിവിശിഷ്ടമായ ഒരു നാമം അവർക്കറിയണം എന്ന ചിന്തയോടുകൂടി തന്നെയാണ്. സൂറ മറിയം സത്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിന് വല്ലാത്ത ഒരു ഓപ്പണിംഗ് അനുഭവപ്പെടും. പ്രതീക്ഷയുടെ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് നാം കാണും. അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, അള്ളാഹു എന്നോട് റഊഫാണ്, ദയാലുവാണ്. അള്ളാഹു അവനിൽ ആത്മവിശ്വാസം കൊള്ളുന്നവരെ സംബന്ധിച്ച് അള്ളാഹു ആശ്വാസമാണ്. അവനിലേക്ക് അഭയം തേടി ചെല്ലുന്നവർക്ക് അള്ളാഹു അഭയം നൽകും. ഈ ഒരു ചിന്ത ഇതിലെ ഓരോ ആയത്തിലും സത്യത്തിൽ റഹ്മത്ത് ഇങ്ങനെ തുളുമ്പുന്നുണ്ട്. റഹ്മത്ത് തുളുമ്പുന്നു. ഓരോ ആയത്തിലും യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കുള്ള പ്രതീക്ഷയും അള്ളാഹുവിനെ കുറിച്ചുള്ള യഖീനും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. അതാണ് ഈ അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും അള്ളാഹുവിൽ ആത്മവിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നേറാനുള്ള അതിശക്തമായ ഒരു ആവേശം ഈ സൂറ മറിയം നൽകുന്നു. സുബ്ഹാനല്ലാഹ്, ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സൂറ വലിയ ഒരു സുവിശേഷമാണ് നൽകുന്നത്. അതോടൊപ്പം അള്ളാഹുവിനെ കീഴ്പ്പെട്ട് വെളിപ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കാത്തവർക്ക് ഈ സൂറ യഥാർത്ഥത്തിൽ വലിയ ഒരു ഭീഷണിയുമാണ്. ഈ സൂറയുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ഖൽഖിനെ കുറിച്ച്, അള്ളാഹു മനുഷ്യന് നൽകുന്ന റിസ്ഖിനെ കുറിച്ചൊക്കെയുള്ള വല്ലാത്ത ഗൗരവമുള്ള ചിന്തകൾ ഈ സൂറയിലുണ്ട്. അള്ളാഹു നിങ്ങളുടെ ഏറ്റവും അടുത്തുണ്ട്. ഏതൊരടിമ
അള്ളാഹുവിനോട് ദുആ ചെയ്താലും ആ അടിമക്ക് അവൻ ഉത്തരം നൽകും. നിങ്ങളുടെയൊക്കെ എല്ലാ രഹസ്യ പരസ്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ദുആക്ക് അള്ളാഹു ഉത്തരം നൽകും. സക്കരിയ നബിക്ക് അള്ളാഹു ഉത്തരം നൽകിയതുപോലെ അത് വളരെ കൃത്യമായി. അതുകൊണ്ടാണ് ഇതിൽ ആദ്യത്തെ കഥ സക്കരിയ അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. സക്കരിയ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വാർദ്ധക്യം ഏറിയ സന്ദർഭത്തിൽ ഒരു പ്രതീക്ഷയും, തനിക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നത്. അതുപോലെ മറിയം ബീവിക്ക് അള്ളാഹു ഇസ്തിജാബത്ത് നൽകിയതുപോലെ, ഉത്തരം നൽകിയതുപോലെ വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു മറിയം ബീവിയുടെ ജീവിതം. നമ്മൾ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറിയമിന്റെ ആ വേദന കേട്ടു, മറിയം ബീവിയുടെ ആ ഒരു രോദനം കേട്ടു. മറിയം ബീവിക്ക് വല്ലാത്ത സമാധാനം നൽകി. വല്ലാത്ത കടുപ്പമുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോ ഈസാ അലൈഹിസ്സലാമിന്റെ ആ ഒരു ജന്മത്തിലൂടെ ഒരു വലിയ അത്ഭുതം കാണിച്ചുകൊണ്ട് മറിയം ബീവിയെ അള്ളാഹു ബഹുമാനിച്ചത് നമുക്ക് ഈ സൂറയിൽ വായിക്കാൻ സാധിക്കും. ഈ സൂറയുടെ പേര് തന്നെ മറിയം എന്നാണല്ലോ. മറിയം എന്ന് ഈ സൂറയ്ക്ക് പേര് നൽകാനുള്ള കാരണം മറിയമിനെ കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, വളരെ കുറച്ച് ആയത്തുകളിലെ മറിയമിനെ കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നുള്ളൂ. മറിയമിനേക്കാൾ അധികം പലപ്പോഴും ഇത് വായിച്ചു നോക്കിയാൽ സക്കരിയ അലൈഹിസ്സലാമിനെ കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ സക്കരിയ എന്നുള്ള പേരല്ല കൊടുത്തത്, മറിയം എന്ന പേരാണ് കൊടുത്തത്. അത് മറിയം ബീവിയുടെ സ്മരണ എന്നെന്നും നിലനിൽക്കണമെന്നും അവരനുഭവിച്ച ജീവിത ത്യാഗങ്ങളുടെ കഥ സമൂഹം വായിക്കണം എന്നതുകൊണ്ടുമാണ്. എന്ന് മാത്രമല്ല, ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന വലിയ പ്രാധാന്യമാണ് ഈ അധ്യായത്തിന് മറിയം എന്ന് പേര് നൽകുമ്പോൾ അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സ്ത്രീക്ക് വലിയ വലിയ ഔന്നിത്യമാണ് ഇസ്ലാം നൽകുന്നത്, ഖുർആൻ നൽകുന്നത്. നിങ്ങൾക്കറിയോ, വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട മറിയമിനെ കുറിച്ചല്ലാതെ വേറൊരു സ്ത്രീയെ കുറിച്ച് അധ്യായത്തിന്റെ പേര് വിളിച്ച ഒരു സൂറ, ഒരു അധ്യായം ഖുർആനിലില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത്രമാത്രം സമൂഹത്തിന് മാതൃകയാകാൻ അള്ളാഹു നിശ്ചയിച്ച അത്രമാത്രം ക്വാളിറ്റിയുള്ള ഒരു മാതൃക വനിതയായിരുന്നു അവർ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾക്ക് അവർ മാതൃകയാണ്. അവരുടെ പാതിവൃത്യമുള്ള ജീവിതത്തിന്, അവരുടെ സബറിന്, സമ്പൂർണമായി അള്ളാഹുവിന് തന്റെ ജീവിതം വിധേയപ്പെട്ട് ജീവിച്ചതിന്, അവരുടെ യഖീനിന്, ഇങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരൂല. അത് സത്യത്തിൽ സ്ത്രീക്ക് അള്ളാഹു നൽകുന്ന ഒരു മഹത്വമാണ്. ഈ അധ്യായത്തിന് മറിയം എന്ന് പേരിടാനുള്ള പ്രധാനപ്പെട്ട കാരണവും. നമുക്ക് സ്ത്രീ ഒരിക്കലും ഇസ്ലാം ഒരു സെക്കൻഡറി ആയല്ല കാണുന്നത്. പലരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. അല്ല, സ്ത്രീക്ക് നിർവഹിക്കാനുള്ള വലിയ ഒരു പങ്കിനെ കുറിച്ച് ഈ അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്ത്രീ സമൂഹത്തിൽ നിർവഹിക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്തത്തെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. സ്ത്രീക്ക് നിർവഹിക്കാനുള്ള സ്ത്രീയുടെ ജീവിതത്തിലൂടെ സമൂഹത്തിന് നൽകാനുള്ള വലിയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. സത്യത്തിൽ സൂറ മറിയം നിങ്ങൾ വായിച്ചാൽ, മറിയമിന്റെ ചരിത്രം ഒരാവർത്തി നാം കേട്ടാൽ നമുക്ക് മനസ്സിലാവും, പുരുഷന്മാരിലെ ഹീറോയേക്കാൾ എത്രയോ വലിയ ഹീറോ ആണ് ഈ മറിയം എന്നത്. മറിയമിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ റഹ്മത്താണ് മറിയമിന് ചൊരിഞ്ഞു കൊടുത്തത്. ഉബൂദിയത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താവുന്ന രീതിയിലുള്ള ഒരു റഹ്മത്ത്. നോക്കൂ, മറിയമിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ ഉള്ളിൽ വരും. മറിയമിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ മറിയം അള്ളാഹുവിനോട് കാണിച്ച വിധേയത്വത്തിന്റെ പരിപൂർണത, സമ്പൂർണത നമ്മുടെ ഉള്ളിലേക്ക് വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, കമുല മിനർ റിജാലി കസീറുൻ വലം യക്മുൽ മിനൻ നിസാഇ ഇല്ലാ മറിയം ബിൻത് ഇമ്രാൻ വആസിയ ഇംറഅത്ത് ഫിർഔൻ. പുരുഷന്മാരിൽ ഒരുപാട് സമ്പൂർണത കൈവന്ന മനുഷ്യരുണ്ട്, എന്നാൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ രണ്ടാളേ ഉള്ളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി എണ്ണിയത് സ്വന്തം ഭാര്യയല്ല, സ്വന്തം പുത്രിയല്ല, മറിച്ച് മറിയം ഇബ്നത്ത് ഇമ്രാൻ. രണ്ടാമതായി എണ്ണിയത് ആസിയ ഇംറഅത്തു ഫിർഔൻ. ഫിർഔന്റെ സഹധർമ്മിണിയായിരുന്ന ആസിയെക്കുറിച്ചും ഇമ്രാന്റെ മകളായ മറിയമിനെ കുറിച്ചുമാണ് പറഞ്ഞത്.
നോക്കൂ, മറിയമിനെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ ഈ കന്യാമറിയം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾ ഈ മറിയമിനെ കുറിച്ച് പരാമർശിക്കാറുണ്ട്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ മറിയം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, വല്ലാത്തൊരു അത്ഭുതമാണ്. ജനനം കൊണ്ട് തന്നെ അമാനുഷിക ദൃഷ്ടാന്തമായവരാണ് യഥാർത്ഥത്തിൽ ഈസാ അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ മാതാവായ മറിയമും. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ മഹദി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞു. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യാ മറിയം എന്ന് മലക്കുകൾ മറിയമ്മിനെ പേര് വിളിക്കുന്ന ഒരു ആവേശകരമായ രംഗമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും അത്? അത് എന്താന്ന് വെച്ചാൽ, മറിയമ്മിന് വഹിക്കാനുണ്ടായിരുന്ന ദൗത്യം സ്വന്തം വ്യക്തിത്വത്തെ പോലും വെല്ലുവിളിക്കുന്നതായിരുന്നു. അത് നമുക്ക് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ടാകും. അവർ ശരിക്ക് ചിന്തിക്കണം. പിതാവില്ലാത്ത ഒരു കുഞ്ഞിന് ജന്മം നൽകുക, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിന് അവർ സർവാത്മന കീഴ്പ്പെട്ടു. അതായിരുന്നു മറിയം. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്കത്? ത്യാഗപൂർണമായ ആ ജീവിതം, മറിയമിന്റെ ജീവിതം, സുബ്ഹാനല്ലാഹ്, വിശ്വാസിനി സമൂഹത്തിന് പ്രചോദനമാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു പ്രവാചകന് നേരെ വരുന്ന അപവാദങ്ങൾ, കവി എന്ന് പറഞ്ഞു, മാരണക്കാരൻ എന്ന് പറഞ്ഞു, ഭ്രാന്തൻ എന്ന് പറഞ്ഞു, ഇതിലൊക്കെ ഒതുങ്ങും. എന്നാൽ മറിയമിനെ കുറിച്ച് അതിനേക്കാൾ ഗുരുതരമായ ആക്ഷേപങ്ങളല്ലേ നേരിടേണ്ടി വന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗുരുതരമായ ആക്ഷേപം. എത്ര മ്ലേച്ഛമായ ആരോപണങ്ങളാണ് മറിയമിനെ കുറിച്ച് ഉന്നയിച്ചത്. പക്ഷെ വലിയ അത്ഭുതമാണ്, ഖുർആനിൽ ഒരു പ്രവാചകനോടൊപ്പം അദ്ദേഹത്തിന്റെ മാതാവിനെ കൂടി പറഞ്ഞത് മറിയം ബീവിയെ കുറിച്ച് മാത്രമാണ്. നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ടായിരുന്നു എന്ന്. മറിയം കൊണ്ട വെയിലും അവർ കൊണ്ട മുള്ളും അവർക്കേറ്റ ദുഃഖവും വ്യഥയും അവരനുഭവിച്ച സങ്കടവും അവർ കേട്ട ദുരാരോപണങ്ങളും അവർ അള്ളാഹുവിന് സമർപ്പിച്ച ജീവിതവും ലോകത്തിന്റെ അവസാനം വരെയും അതിനപ്പുറവും വിലമതിക്കത്തക്കതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവരെ വാഴ്ത്തിക്കൊണ്ട് സംസാരിച്ചത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അവരെ കുറിച്ച് സംസാരിച്ച ഈ അധ്യായത്തിന് മറിയം എന്ന് തന്നെ പേര് പറഞ്ഞത്. നോക്കൂ, നമ്മളൊക്കെ മനസ്സിലാക്കണം, ഒരു പെണ്ണും കടന്നു പോകാനിടയില്ലാത്ത തീക്കടലിലൂടെയാണ് മറിയം നടന്നുപോയത്. ഒരു മാതാവും അനുഭവിക്കാനിടയില്ലാത്ത തീമഴയാണ് അവർ നനഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതൊരു തീക്കടലിലും സാന്ത്വനമായി അള്ളാഹുവിന്റെ ഒരു തോണി വരും എന്ന ആശ്വാസമായിരുന്നു മറിയമിനുണ്ടായിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്തരം ഒരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത് എന്നർത്ഥം. ഏതൊരു തീമഴയിലും ചൂടുവാനുള്ള അള്ളാഹുവിന്റെ കുട ഉടൻ പ്രത്യക്ഷപ്പെടുമെന്ന ശുഭപ്രതീക്ഷയായിരുന്നു മറിയമിന്റെ ജീവിതം. അതാണ് നമുക്കും ഉണ്ടാകേണ്ടത് എന്നർത്ഥം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിഹസിച്ച സമൂഹത്തിന്റെ മുമ്പിലേക്ക് ആശ്വാസമായി ഈസാ നബിയുടെ തൊട്ടിലുള്ള സംസാരം ഈ സൂറയിൽ അത് വിവരിക്കുന്നുണ്ട്. ഏത് മാതാവിന്റെ കരളാണ്, ഏത് മാതാവിന്റെ മനസ്സാണ് ആനന്ദം കൊള്ളാതിരിക്കുക? ലോകം മുഴുവൻ എതിരായിരിക്കെ, എല്ലാവരും സംശയിച്ചു കൊണ്ടിരിക്കെ, തന്റെ നിഷ്കളങ്കമായ നിരപരാധിത്വം, താൻ പ്രസവിച്ചിട്ട കുഞ്ഞ് അപ്പോൾ തന്നെ സംസാരിച്ച് തെളിയിച്ചു കൊടുക്കുക, ഒരു സംശയത്തിന്റെ നിഴൽ പോലും പിന്നീടേക്ക് വെക്കാതിരിക്കുക. സംശയരോഗികൾ ഉത്തരം മുട്ടിയില്ലേ? ഇതൊക്കെ ആ ഒരൊറ്റ സംഭാഷണത്തിലൂടെ നടന്നു. മറിയമിന്റെ പവിത്രത ലോകത്തിന് മുമ്പിൽ കാണിക്കുകയായിരുന്നു ഈ സംഭവം. ഖുർആൻ അതാണ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വല്ലാത്ത ഖുർആൻ അത് മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. ഇവര് പറഞ്ഞത്, ഇവര് ഈ കുഞ്ഞിനെയും കൊണ്ട് മറിയം ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നപ്പോ ജനങ്ങൾ വിളിച്ചു കൂവി, മറിയമേ, എന്തൊരു മോശത്തരമാണ് നീ ചെയ്തിരിക്കുന്നത്. യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. ഹാറൂന്റെ സഹോദരി, നിന്റെ പിതാവ് ഒരു ദുർവൃത്തനായിരുന്നില്ലല്ലോ, നിന്റെ മാതാവ് പിഴച്ചവളായിരുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ തന്റെ കുഞ്ഞിന് നേരെ അവർ വിരൽ ചൂണ്ടി. ജനം ചോദിച്ചു, ഈ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കുമെന്ന്. അത്ഭുതമോർ കണ്ടു. ആ കുഞ്ഞ് സംസാരിച്ചു. ആ കുഞ്ഞ് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്.
അവൻ എനിക്ക് ഒരു ഗ്രന്ഥം നൽകിയിരിക്കുന്നു, എന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു. ഞാൻ എവിടെയായിരുന്നാലും അവൻ എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമസ്കരിക്കാനും സക്കാത്ത് നൽകാനും അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് മറിയം. ഈ സൂറ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഒരു വൈകാരികതയാണ് ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, ഈ സൂറ ഇറങ്ങിയ സമയം ഞാൻ പറഞ്ഞു. ഒരു അന്തരീക്ഷമുണ്ട്. ഈ സൂറ അവതരിച്ച ഒരു അന്തരീക്ഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടേണ്ട ഒരു അന്തരീക്ഷമായിരുന്നു അത്. ഒരുപാട് പ്രതിസന്ധികൾ തിരുമേനി അനുഭവിച്ച ഒരു സന്ദർഭം. മക്കയിലെ കുഫാറുകളുടെ അടുത്തു നിന്നും ചുറ്റുഭാഗവുമുള്ള എല്ലാവരും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. അവസാനം നിവൃത്തിയില്ലാതെ തന്നിൽ വിശ്വസിച്ച അനുയായികളോട് അബിസീനിയയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ സൂറത്തിൽ തിളങ്ങി നിൽക്കുന്നത് ആ ഒരു ഹിജ്റയും തുടർന്നുള്ള സംഭവങ്ങളുമാണ്. നമ്മളത് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഈ സൂറയിലൂടെ നൽകിയത് യഥാർത്ഥത്തിൽ വല്ലാത്തൊരു ആത്മവിശ്വാസമായിരുന്നു, വല്ലാത്തൊരു പ്രതീക്ഷയായിരുന്നു, വല്ലാത്തൊരു യഖീനായിരുന്നു. ഇതിലുള്ള പ്രവാചകന്മാരുടെ കഥകളിലൂടെ സുബ്ഹാനല്ലാഹ്, നോക്കൂ, അല്ലാഹു തആല നബിയെ പഠിപ്പിക്കുകയാണ്. അസംഭവ്യമായത് പോലും മുഹമ്മദേ അല്ലാഹു ഉദ്ദേശിച്ചാൽ നടക്കും എന്ന്. നമ്മളും മനസ്സിലാക്കേണ്ടത് അതാണ്. അസംഭവ്യം എന്ന ഒന്ന് അള്ളാഹുവിന്റെ ഡിക്ഷണറിയിലില്ല എന്ന് നമ്മൾ ഓർക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇതിലൂടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞുവല്ലോ, നുബുവത്ത് കിട്ടി ഏകദേശം 4 വർഷം കഴിഞ്ഞപ്പോ വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ആ 4 വർഷം എന്നത്. ഖുറൈശികൾക്ക് മനസ്സിലായി, മക്കയിലെ കുഫാറുകൾക്ക് മനസ്സിലായി, ഈ ഇസ്ലാമിന്റെ ദിവ്യ സന്ദേശത്തിന്റെ പ്രകാശം അത് ഊതിക്കെടുത്താൻ അവർക്ക് സാധ്യമല്ല എന്ന്. അതുകൊണ്ട് തന്നെ അവർ അക്രമം വർദ്ധിപ്പിച്ചു, വല്ലാത്ത രീതിയിലുള്ള പീഡനങ്ങൾ നൽകി. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അനുഭവിക്കാൻ പ്രയാസമുള്ള പീഡനങ്ങൾ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങളോടായി പറഞ്ഞത്, നിങ്ങൾ ഹബ്ശയിലേക്ക് പോകണം. ഇന്ന ഫീഹാ മലികൻ ലാ യുഅ്ദി അഹദുൻ ഫീ ഹദ്റതി. നിങ്ങൾ ഹബ്ശയിലേക്ക് പോകണം, അവിടെ ഒരു രാജാവുണ്ട്, ആ രാജാവ് ആരെയും ദ്രോഹിക്കുകയില്ല എന്ന്. നോക്കൂ, ഇത് കേട്ട മാത്രയിൽ 10 പുരുഷന്മാരും 4 സ്ത്രീകളും രഹസ്യമായി നുബുവത്ത് കിട്ടി. നുബുവത്തിന്റെ 5-ാം വർഷത്തിൽ അബിസീനിയയിലേക്ക് ഹിജ്റ പോയി. അവിടുത്തെ വിവരങ്ങളൊക്കെ കിട്ടി. ഒരല്പം മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു ടീമും കൂടി പോയി. 83 പുരുഷന്മാരും 18 സ്ത്രീകളുമുള്ള ഒരു ടീം. ഈ ഹിജ്റ യഥാർത്ഥത്തിൽ ഖുറൈശികളെ വല്ലാതെ കോപിപ്പിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ വിഷയം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അബ്സീനിയയിലെത്തി, ഹബ്ശയിലെത്തി. അവരവിടെ സ്ഥിരവാസമാക്കിയപ്പോ, താമസിച്ചപ്പോ നജാഷി എന്ന നല്ല രാജാവിന്റെ ആ ഒരു സഹായത്തോടുകൂടി, സഹാനുഭൂതിയോടുകൂടി അവര് അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി അവർ ജീവിച്ചു വന്നപ്പോ ഖുറൈശികൾ അവർക്കെതിരെ ഒരു കുതന്ത്രം ആലോചിച്ചു. അവര് 2 പ്രതിനിധികളെ നജാഷി രാജാവിന്റെ അടുത്തേക്ക് ഒരുപാട് സമ്മാനങ്ങളുമായി, ഹദിയകളുമായി പറഞ്ഞയച്ചു. രാജാവിന് മാത്രമല്ല, രാജാവിന്റെ മുഴുവൻ മിനിസ്റ്റേഴ്സിനും കൊടുക്കാനുള്ള, മന്ത്രിമാർക്കും കൊടുക്കാനുള്ള ഹദിയയുമാണ് ആയാണ് അവർ പോയത്. അവർ പോയിട്ട് ഈ മന്ത്രിമാരെ കണ്ട് മന്ത്രിമാരോട് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവര് ഞങ്ങളുടെ ഒക്കെ പൂർവ്വ പിതാക്കളുടെ ദീനിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. അവരെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കരുത്, അവരെ തിരിച്ചയക്കണം എന്ന്. ഈ മന്ത്രിമാര് രാജാവിന്റെ സന്നിധിയിലേക്ക് ഇവരെയും കൊണ്ടുപോയി. ഇത് കേട്ട മാത്രയിൽ, ഇവരുടെ വാചകം കേട്ട മാത്രയിൽ, സംസാരം കേട്ട മാത്രയിൽ നജാഷി രാജാവ് പറഞ്ഞു, ലാ വല്ലാഹ് ലൻ ഉസ്ലിമഹും ലിഹാദൈനിൽ ഇസ്നൈൻ. ഈ 2 ആളുകൾക്കൊരിക്കലും, ലൻ ഉസല്ലിമഹും ലിഹാദൈനിൽ ഇസ്നൈൻ, ഈ 2 ആളുകൾക്കൊരിക്കലും ഞാൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അവര് അവരുടെ നാട്ടിൽ പ്രയാസം അനുഭവിച്ചപ്പോ എൻ്റെ അടുത്തേക്ക് അഭയം തേടി വന്നവരാണ്. എനിക്കവരെ ഒഴിവാക്കാൻ പറ്റൂല
എന്ന് പറഞ്ഞ് ഞാൻ അവരെ കൂടി കേൾക്കട്ടെ എന്നിട്ട് പറയാം എന്ന് പറഞ്ഞു. നജാഷി രാജാവ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ വിളിച്ചു വരുത്തി അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന്. അവർ പറഞ്ഞു, അവര് കൂടിയാലോചിച്ചു എന്ത് പറയണമെന്ന്. എന്താ പറയാ? അവർ തീരുമാനിച്ചു ഉള്ളതുപോലെ പറയാമെന്ന്. നജാഷി രാജാവ് അവരെ വിളിച്ച് വിചാരണ ചെയ്തു. അവരോട് ചോദിച്ചു, മാ ഹാദ ദീൻ അല്ലദീ ഫറഖ്തും മിൻ അജ്ലിഹി ഖൗമക്കും, നിങ്ങളുടെ സമൂഹത്തെ ഭിന്നിപ്പിച്ച നിങ്ങളുടെ ഈ ദീൻ ഏതാണ് ഈ ദീൻ എന്ന്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കൂട്ടത്തിൽ സ്പോക്സ്മാനായി സംസാരിച്ചത് ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവരുടെ പൂർവാവസ്ഥയും ഇപ്പോഴുള്ള അവസ്ഥയും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ജാഹിലുകളായിരുന്നു, ബിംബങ്ങൾക്ക് ആരാധന നടത്തിയിരുന്നവരായിരുന്നു, ശവത്തിന്റെ മാംസം തിന്നുന്നവരായിരുന്നു, എല്ലാ നീച പ്രവൃത്തികളും ചെയ്യുന്നവരായിരുന്നു, കുടുംബബന്ധം മുറിക്കുന്നവരായിരുന്നു, അയൽവാസികളെ പരിഗണിക്കാത്തവരായിരുന്നു, ഞങ്ങളിലുള്ള ശക്തവാൻ ദുർബലിനെ അടക്കി ഭരിച്ചിരുന്നു. ഇങ്ങനെയുള്ള ഒരു ദുരവസ്ഥയിലാണ് ഞങ്ങളുടെ ഇടയിലേക്ക് സത്യസന്ധത കൊണ്ടും വിശ്വസ്തത കൊണ്ടും അറിയപ്പെടുന്ന ഒരു നല്ല മനുഷ്യൻ റസൂലായി കടന്നു വരുന്നത്. അദ്ദേഹം ഞങ്ങളെ അള്ളാഹുവിലേക്ക് വിളിച്ചു, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് വിളിച്ചു. അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞു. നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന കല്ലുകളും ബിംബങ്ങളും യഥാർത്ഥ ദൈവമല്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസ്തതയുള്ളവരാകണം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം, നിങ്ങൾ അയൽവാസികളോട് നല്ലത് ചെയ്യണം, നിങ്ങൾ തെറ്റുകളിൽ നിന്ന് മുക്തമാകണം, നിങ്ങൾ പരസ്പരം രക്തം ചിന്തരുത്, നീച പ്രവൃത്തികളിൽ നിങ്ങൾ മാറി നിൽക്കണം, കളവ് പറയരുത്, അനാഥയുടെ സമ്പത്ത് അക്രമമായി നിങ്ങൾ തിന്നരുത്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ ഉപദേശിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ അവസ്ഥയിലായി. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കാൻ അവരനുവദിച്ചില്ല ആ നാട്ടുകാർ. അപ്പോ ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നതാണ്. ഞങ്ങൾക്കറിയാം ഇവിടെ വന്നാൽ നന്മ കിട്ടുമെന്ന്. ഞങ്ങളുടെ നേതാവ് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞു. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംസാരം കേട്ടപ്പോ നജാഷി ഒരു ചോദ്യം ചോദിച്ചു, ഹൽ മഅക ശൈഉൻ മിമ്മാ ജാഅ ബിഹി മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് വന്ന വല്ലതും നിങ്ങളുടെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചു. ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ. നജാഷി പറഞ്ഞു, എങ്കിൽ പറയൂ, കേൾക്കട്ടെ എന്ന്. അപ്പോഴാണ് ജഅഫർ റളിയല്ലാഹു തആല അൻഹു സൂറ മറിയമിന്റെ ആദ്യത്തെ 40 വചനങ്ങൾ ഓതിയത്. അറിയാമോ നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന്? നജാഷി ഇത് കേട്ട് കരഞ്ഞു. അദ്ദേഹത്തിന്റെ താടി കണ്ണീരിൽ മുങ്ങിപ്പോയി. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗം ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവര് കരഞ്ഞുപോയി. വല്ലാത്തൊരു സംഭവമായിരുന്നു അത്. അദ്ദേഹം ഉറക്കെ പറഞ്ഞു, ഇല്ല, ഇവരെ ഞാൻ ആർക്കും ഏൽപ്പിച്ചു കൊടുക്കുകയില്ല, ഇവർക്ക് ഞാൻ അഭയം നൽകിയിരിക്കുന്നു എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാണ് സംഭവം. ഇവിടെയും അവസാനിച്ചില്ല. ആ 2 മനുഷ്യരുണ്ടല്ലോ, അവര് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹ് ഇബ്നു അബീ റബീഅ റളിയല്ലാഹു അൻഹുമായിരുന്നു. അത് അന്ന് ഖുറൈശികളുടെ പ്രതിനിധികളായി നബി സഹാബത്തിനെതിരെ, സഹാബത്തിനെ ബഹിഷ്കരിക്കാൻ വേണ്ടി പോയ പ്രതിനിധികൾ അവരായിരുന്നു. അവര് അന്ന് രാത്രി ഇരുന്ന് ഗൂഢാലോചന നടത്തി, ഇനി എന്ത് ചെയ്യും, നമ്മൾ പരാജയപ്പെടുകയാണല്ലോ. അങ്ങനെ അവർ തീരുമാനിച്ചു, നമുക്കൊന്നും കൂടി രാജാവിനെ കാണാം, എന്നിട്ട് ഒരു പുതിയ കാര്യം പറയാം എന്ന്. അവര് പിറ്റേ ദിവസം രാജാവിനെ കണ്ടു. രാജാവിനെ കണ്ടിട്ട് അവര് പറഞ്ഞത്, രാജാവെ നിങ്ങൾ കേൾക്കണം, ഇവരുടെ വാദം ഈസ ഇബ്നു മറിയം ഒരടിമയാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ചു, ക്രിസ്ത്യാനിയായ നജാഷി രാജാവിന് സ്വാഭാവികമായി പ്രയാസമുണ്ടാവുമല്ലോ. രാജാവ് വീണ്ടും ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെയും സംഘത്തെയും വിളിച്ചു വരുത്തി. അവരോട് ചോദിച്ചു, മാദാ തഖൂലൂന അൻ ഈസ, ഈസയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്ന്. അവരിങ്ങനെ വല്ലാത്ത ബേജാറായി. ആരോടാ സംസാരിക്കുന്നത്? ക്രിസ്ത്യാനിയായ നജാഷിയോടാണ്. പക്ഷെ അവരുള്ളത് പറഞ്ഞു. അവര് പറഞ്ഞു, ഞങ്ങളുടെ നബി ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അന്നഹു അബ്ദുല്ലാഹി വറസൂലു, ഞങ്ങൾക്ക് അങ്ങനെയാ പറഞ്ഞു തന്നത്. അദ്ദേഹം ഈസ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹു പ്രത്യേകമായി അള്ളാഹുവിന്റെ കലിമത്താണ്, അള്ളാഹുവിന്റെ റൂഹാണ്, മറിയമിന്റെ ഗർഭാശയത്തിലേക്ക് ഇറക്കിയ അള്ളാഹുവിന്റെ റൂഹാണ്. ഇത് കേട്ട മാത്രയിൽ നജാഷി, ചരിത്രം പറയുന്നുണ്ട്, നജാഷി ഒരടിയടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈസ ഈ പറഞ്ഞത് മാത്രമാകുന്നു എന്ന്.
ഇത് മാത്രമാകുന്നു ഈസ, അല്ലാത്തത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിമാരെ മുഴുവൻ വിളിച്ചു അദ്ദേഹം പറഞ്ഞു, ഇവർ കൊണ്ടുവന്ന മുഴുവൻ ഗിഫ്റ്റുകളും അവർക്ക് തിരിച്ചു കൊടുക്കണം, അവരെ തിരിച്ചയക്കണം എന്ന്. ഞാൻ ഈ കഥ പറഞ്ഞത് ഇതിന്റെ അന്തരീക്ഷം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഇതിലെ 2 പ്രധാന വിഷയങ്ങൾ റഹ്മത്തും അതുപോലെ തന്നെ ഉബൂദിയത്തുമാണ് എന്ന്. ആ റഹ്മത്ത് പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ഈ അധ്യായം ആരംഭിക്കുന്നത്. ഈ അധ്യായം ആരംഭിക്കുന്നത് 5 അക്ഷരങ്ങളെ കൊണ്ടാണ്. ഖാഫ്, ഹ, യാ, ഐൻ, സ്വാദ്. 5 അക്ഷരങ്ങൾ. ഒരുപാട് ആശയങ്ങൾ ഈ അക്ഷരങ്ങൾക്ക് പറഞ്ഞു കാണുന്നുണ്ട്. അതൊക്കെ നമുക്കിനി തഫ്സീർ പഠിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ളതാണ്. എന്നിട്ട് പറയുന്നത് വല്ലാത്തൊരു വാക്കാണ്, ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. ആ റഹ്മത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഈ രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.